ഷിഗല്ല രോഗവ്യാപനം ഇങ്ങനെ കൂടുകയാണ്. ആശങ്കയിലാണിപ്പോൾ വയനാടും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഇതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തുന്നുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അനഘ ഒരിക്കൽ കൂടി ചേരുകയാണ്. അനഘ, ഈ പറഞ്ഞതുപോലെ രോഗം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇപ്പോൾ വയനാടും ആശങ്കയിലാണ്. കുട്ടികളുടെ സ്ഥിതി എങ്ങനെയാണിപ്പോൾ അവിടെ ചികിത്സയിലുള്ള? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഷിഗല്ലയുടെ സ്ഥിരീകരണം വന്നത്. 2 കുട്ടികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4.5 വയസ്സുള്ള ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. 339 പേർ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സുൽത്താൻ ബത്തേരിയിലെ കോളിയാടി AUP സ്കൂളിലെ 300-ലധികം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വയറിളക്കവും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും നേരിട്ടതിനെ തുടർന്ന് ഈ ആശുപത്രിയിലടക്കം ചികിത്സ തേടിയത്. ഇവരെല്ലാം തന്നെ സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലും ബത്തേരിയിലെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായി അടക്കം ചികിത്സയിൽ തുടരുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇവരുടെ സാമ്പിളുകൾ ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ആലപ്പുഴയിലേക്കും അടക്കം അയച്ചത്. ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച 21 സാമ്പിളുകളുടെ റിസൾട്ടാണ് ഇന്നലെ വന്നത്. ഇതിലാണ് 2 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഏതായാലും 19 സാമ്പിളുകളുടെ റിസൾട്ട് കൂടി നിലവിൽ ലഭിക്കുവാനുണ്ട്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. വിദ്യാർത്ഥികൾക്കുള്ള രോഗബാധ അത്ര ഗുരുതരം അല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും മറ്റ് അധികൃതരും നൽകുന്ന വിശദീകരണം. ഏതായാലും ജില്ലാ കളക്ടർ, DMO അടക്കമുള്ളവർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ കൃഷിവകുപ്പ് മന്ത്രിയും കൽപ്പറ്റയിലെ MLA കൂടിയായിട്ടുള്ള T സിദ്ദിഖ് ഇന്ന് 9:30 സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലെത്തി ഈ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥികളെ കാണും എന്നാണ് അറിഞ്ഞത്. ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട്. അദ്ദേഹവും അല്പസമയത്തിനുള്ളിൽ തന്നെ കോഴിക്കോട് ജില്ലയിലെ പരിപാടികൾക്ക് ശേഷം കെ മുരളീധരൻ വയനാട്ടിലെത്തി ഷിഗല്ല രോഗബാധിതരായ വിദ്യാർത്ഥികളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥികൾക്ക് 2 കുട്ടികൾക്കാണ് നിലവിൽ ഷിഗല്ല രോഗം ബാധിച്ചത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അറിയുന്നത്. ഏതായാലും 339-ലധികം കുട്ടികൾ ഇത്തരത്തിൽ രോഗബാധിതരായി ചികിത്സയിൽ തുടരുകയാണ്. ഈ ഷിഗല്ല രോഗം ബാധിച്ച കുട്ടികളുടെ സഹോദരങ്ങൾ അടക്കം മറ്റ് പല വിദ്യാലയങ്ങളിലും പഠിക്കുന്നുണ്ട്. മാതാപിതാക്കളടക്കം പല സ്ഥലങ്ങളിലടക്കം ജോലി ചെയ്യുന്നവരായിരിക്കും. ഇത്തരത്തിൽ ഇവരുടെ കുടുംബാംഗങ്ങളെ അടക്കം ഒരു സമ്പർക്ക പട്ടികയിലാക്കി ഒരു റിപ്പോർട്ടുകൾ അടക്കം തയ്യാറാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗം ബാധിച്ച് ഒരു പെൺകുട്ടി മരിച്ചിരുന്നു. 2 കുട്ടികളും നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഏതായാലും വയനാട് ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.